മിനിസ്റ്റർ അപ്പോൾ സ്ഥലം റെഡി, ഫണ്ട് റെഡി, പക്ഷേ VC-യുടെ അനുമതി മാത്രമല്ലാണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകും? നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്, സിൻഡിക്കേറ്റല്ലേ പരമാധികാരം. കായികവകുപ്പ് ഡയറക്ടർ VC-യുമായി സംസാരിച്ചെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. കായിക വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്ഥലം വിട്ടു നൽകുന്നതിന് NOC നൽകിയ സമയത്ത് ഇവരുമായി ബന്ധപ്പെട്ടൊരു യോഗം നടത്തി. VC-യുടെ ചേംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം നമ്മൾ നടത്തിയിരുന്നു. അന്ന് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് VC നമുക്ക് ഉറപ്പ് നൽകിയതുമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യണ്ട. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തന്നെ. ഈ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം അത് കായിക വകുപ്പും യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗവും സംയുക്തമായി നടത്തും. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രവർത്തനത്തിൽ വരെ ഏറ്റവും സുതാര്യത ഉറപ്പുവരുത്താനാണ് അവിടെ യൂണിവേഴ്സിറ്റിയുടെ കായിക ഡിപ്പാർട്ട്മെൻറ്റും കേരള സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ സ്പോർട്സ് ഡയറക്ടറേറ്റോ അത് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മുടെ ജില്ലാ സ്റ്റേഡിയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം. തൃശ്ശൂർ IM വിജയൻ്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് ഏറ്റവും വലുതാണ്, കേരളത്തിൽ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സാണ്. അതും അതേ രീതിയിൽ തന്നെ അവിടുത്തെ കോർപ്പറേഷനും കായിക വകുപ്പും സംയുക്തമായിട്ടാണ് അത് നടത്തുന്നത്. ഇപ്പോൾ കാസർഗോഡ് കായിക വകുപ്പ് നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവരാണ് അതിൽ ഒരു ഭാഗമായി വരുന്നത്. ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അതും അതേപോലെയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നമ്മൾ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ സ്റ്റേഡിയം ഇതേപോലെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ആലപ്പുഴയിൽ പുതിയ സ്പോർട്സ് കോംപ്ലക്സ് ഏകദേശം 55 കോടി രൂപയുടെ പുതിയ സ്പോർട്സ് കോംപ്ലക്സ്, അവിടെയും ഇത് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഉപാധി. അപ്പോൾ അതെല്ലാ സ്ഥലങ്ങളിലും അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ മലബാറിൽ ഇത്തരത്തിലുള്ള സ്റ്റേഡിയം വരിക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നമ്മൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ഭൂമി കൈമാറ്റം ഇല്ലല്ലോ. ഈ ഒരു സംവിധാനം നിർമ്മിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്നു. അത് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന മത്സരങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പരസ്പരം ചർച്ച ചെയ്യും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു മത്സരം വെച്ചു, അപ്പോൾ സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഒരു മത്സരം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലാഷ് ആവാൻ പാടില്ല. അപ്പോൾ സംയുക്തമായി അത് പരസ്പരം ചർച്ച ചെയ്ത് ഏത് ദിവസം ഡേറ്റുകൾ കലണ്ടർ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മെയിൻ്റനൻസിൻ്റെ ചിലവുണ്ട്. അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗവും കായിക വകുപ്പ് ചേർന്ന് സംയുക്തമായൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇതിൽ നിന്ന് കിട്ടുന്ന കളിയിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ആ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അതിൽ നിന്നും അതിൻ്റെ മെയിൻ്റനൻസ് നിർവഹിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാ മൊയിലും അങ്ങനെ തന്നെയാണ്. ഇതിൽ മറ്റൊന്ന്, ചില സമയത്ത് കായിക വകുപ്പ് നേരിട്ട് തന്നെ പണം അനുവദിക്കാറുണ്ട് മെയിൻ്റനൻസിന്. അത് സ്പോർട്സ് ഫൗണ്ടേഷൻ, നമ്മുടെ എഞ്ചിനീയറിംഗ് ഭാഗം അത് നിർവഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള സംവിധാനങ്ങളാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സംവിധാനമാണ്. അങ്ങനെയാണ്. അതല്ല, 500 കോടി എന്നുള്ളതിൽ നമ്മൾ അതിൻ്റെ പൂർണ്ണമായ എസ്റ്റിമേറ്റ് വന്നത് 750 കോടിയാണ്. അതിൽ വെച്ചാൽ മേൽക്കൂര അടക്കം വരുന്നതാണ്. ഒരു ഇത്തരത്തിലൊരു സ്റ്റേഡിയം നിർമ്മിക്കാൻ 500 കോടി മതി. പക്ഷേ നമ്മളെ എസ്റ്റിമേറ്റ് പ്രകാരം 750 കോടിയാണ് കായിക വകുപ്പിൻ്റെ. അത് മേൽക്കൂര വരെ ഉണ്ട്. അവിടെ ഗ്രീൻ സ്റ്റേഡിയമാണ്. സോളാർ സംവിധാനങ്ങളൊക്കെ മേൽക്കൂരയിൽ വെച്ച് ആ സോളാർ പവർ കൊണ്ട് അവിടുത്തെ കറണ്ട് ചാർജ് ലാഭിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ വിഭാവന ചെയ്തത്. പിന്നെ ഇതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ചെറിയ സ്റ്റേഡിയം അപ്പുറത്ത്. ഇപ്പോൾ നിലവിലുള്ള
യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തന്നെ നമ്മൾ നവീകരിക്കും. ഇതിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, കളിക്കാർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗമായി നീന്താൻ. നിലവിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റേഡിയം കൂടി ഇതിൻ്റെ പണം ഉപയോഗിച്ച് നമ്മൾ നവീകരിക്കുന്നുണ്ട്. അതൊരു പ്രാക്ടീസ് സ്റ്റേഡിയമായിട്ട് ഉപയോഗിക്കാനാണ്. അവർക്ക് ഉപയോഗിക്കാം, അത് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയമാണ്, നവീകരണം മാത്രം നമ്മൾ നടത്തുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ വരെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റിൽ. നോക്കൂ, നമ്മൾ എല്ലാവരും സഹകരിച്ച് പോയാൽ മാത്രമല്ല പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരു സർക്കാരിന് എവിടെയും സ്ഥലമെടുക്കാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ നിയമപ്രകാരം ഏറ്റെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ എൽസൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട പട്ടണം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേക നിയമങ്ങളും ഒക്കെ നിലവിൽ തന്നെ അത്തരത്തിലുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും മറ്റു തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ല, അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് വളരെ ഒന്നിച്ചുള്ള സഹകരണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ്.